ഹൃദയങ്ങൾ കീഴടക്കിയ ക്രിസ്തുരാജിൻ്റെ തിരുനാൾ ദിനമാണെന്ന്. പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഭിക്ഷക്കാർ വന്നിരുന്നു. അമ്മ എന്തെങ്കിലും തരണേന്നൊക്കെ പറഞ്ഞ് ഭിക്ഷക്കാർ വരും. നമ്മൾ 1 രൂപ 2 രൂപ കോയിനൊക്കെ കൊടുക്കും. ചിലർ പറയും വിശന്നിട്ട് വയ്യ, എന്തെങ്കിലുമൊക്കെ തരണം. അപ്പോൾ കഞ്ഞി കൊടുക്കും, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ വസ്ത്രമൊക്കെ വാങ്ങിച്ചു പോകുന്നവരുണ്ട്. ഇന്ന് പൊതുവെ അങ്ങനെ ഭിക്ഷക്കാർ വീടുകൾ വരുന്നൊക്കെ വളരെ കുറഞ്ഞു പോയി. മിക്ക മേഖലകളും നിരോധിത മേഖലയെ ഭിക്ഷക്കാർ ഇപ്പം ഇല്ല, കാണാനില്ല നമ്മുടെ വീടുകളിലേക്കൊക്കെ. ഒരു സുഹൃത്തുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അവിടെ ഒരു പ്രത്യേകത, ഓട്ടോ ഓടി തിരിച്ചു വരുമ്പോൾ കാണുന്ന പള്ളികളിലൊക്കെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിക്കും. അതൊരു പ്രത്യേകതയാണ്. അത് ഏറ്റവും മനോഹാരിതയുള്ളൊരു കാര്യമുണ്ട്. എല്ലാ ഞായറാഴ്ചയും പള്ളിയിലെ കുർബാന കഴിഞ്ഞ് മനുഷ്യൻ വന്നിട്ട് വീട്ടിലുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുമ്പോൾ 25, 30, 40 പേർക്കുള്ള ഭക്ഷണം കൂടി ഒരു പൊതിച്ചോറായിട്ട് മനുഷ്യനെടുക്കും. എന്നിട്ട് ഉച്ചയാകുന്ന സമയത്ത് റോഡിൻ്റെ സൈഡിലിരിക്കുന്ന ഭിക്ഷക്കാരെ തേടി ഇങ്ങനെ പോകും. ഈ മനുഷ്യനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കൂടി റോഡരികിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന 25, 30, 40 ഈ യാചകരെ തേടി പോയിട്ട് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ഹൃദയം നിറച്ച് ഈ അന്നം വിളമ്പി കൊടുക്കും. അത് ഒരു ആഴ്ചയല്ല, വർഷങ്ങളായിട്ട് ഈ മനുഷ്യനും ഈ കുടുംബവും നടത്തുന്ന ഒരു സൽപ്രവൃത്തിയാണ്. ഉയരങ്ങൾ കീഴടക്കി ഒരുപാട് വ്യക്തികളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, അറിവുകളൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മളിലും നമ്മുടെ അയൽപക്കങ്ങളിലും ചുറ്റുപാടുകളിലൊക്കെ ഇതുപോലെയൊക്കെ മറ്റുള്ളവരുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഒരുപാട് പേര് നമ്മളിലും നമ്മുടെ അരികിലും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹൃദയങ്ങളെ കീഴടക്കാൻ നമുക്ക് കഴിയട്ടെ. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.